മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ പറഞ്ഞേ, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. 7 sin square തീറ്റ പ്ലസ് 3 cos square തീറ്റ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ നമുക്ക് സീക്ക് തീറ്റ പ്ലസ് എന്ത് കണ്ടുപിടിക്കണം? കൊസീക്ക് തീറ്റ കണ്ടുപിടിക്കണം. അതായത് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നത് നോക്കിയോ. ഇവിടെ 7 sin square തീറ്റേനെ ഞാൻ 4 sin square തീറ്റ പ്ലസ് 3 sin square തീറ്റ എന്നാക്കും. പ്ലസ് 3 cos square തീറ്റ ഈസ് ഈക്വൽ ടു 4. അവിടെ നിന്ന് 4 sin square തീറ്റ അതേപോലെ എഴുതുന്നു. പ്ലസ് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ sin square തീറ്റ പ്ലസ് cos square തീറ്റ ഈസ് ഈക്വൽ ടു 4. അവിടെ നിന്ന് 4 sin square തീറ്റ പ്ലസ് 3 into 1 ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ 4 sin square തീറ്റ പ്ലസ് 3 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുന്നു? 4. അവിടെ നിന്ന് 4 sin square തീറ്റ ഈസ് ഈക്വൽ ടു 4 മൈനസ് 3. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് 4 sin square തീറ്റ ഈസ് ഈക്വൽ ടു 1. അവിടെ നിന്ന് നമുക്ക് sin square തീറ്റ ഈസ് ഈക്വൽ ടു 1/4. അവിടെ നിന്ന് sin തീറ്റ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/4 എന്ന് പറയുന്നത് 1/2 ആണ്. അതായത് sin തീറ്റ ഈസ് ഈക്വൽ ടു 1/2 എന്നർത്ഥം. sin തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കണം? സാധാരണ sin 30യുടെ വാല്യൂ ആണ് എന്തെന്ന് വരുന്നത്? 1/2 എന്ന് വരുന്നത് അല്ലയോ. അപ്പോൾ തീറ്റ എന്തായിരിക്കണം? തീറ്റ 30 ആയിരിക്കണം ആണല്ലോ. അപ്പോൾ ഇവിടെ തീറ്റ എന്തായിരിക്കും? തീറ്റ 30 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. sin 30യുടെ റെസിപ്രോക്കലാണ് എന്ത്? കൊസീക്ക് 30. അപ്പോൾ അതെന്താവും? അത് 2/1, അതായത് 2 ആവും. അതേപോലെ തന്നെ cos 30 എന്ന് പറയുന്നത് നമുക്കറിയാം √3/2 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് 30. അപ്പോൾ നമുക്കെന്താ? അത് 2/√3 ആവും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? സീക്ക് തീറ്റ പ്ലസ് കൊസീക്ക് തീറ്റയാണ്. സീക്ക് തീറ്റ പ്ലസ് കൊസീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ സീക്ക് 30 പ്ലസ് എന്താ? കൊസീക്ക് 30. സീക്ക് 30 എന്ന് പറയുമ്പോൾ എത്ര? 2/√3. കൊസീക്ക് 30 എന്ന് പറയുമ്പോൾ എന്താ? 2. ഇത് LCM എടുക്കുമ്പോൾ 2 + 3√2 / 2. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇത്രയേ ഉള്ളൂ.